അപ്പോസ്തലനായ പൗലോസ് കാരാഗൃഹത്തിൽ കിടന്നപ്പോൾ എഴുതിയ ലേഖനങ്ങളിൽ ഒന്നാണ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം. അതിൻ്റെ 1-ാം അധ്യായം 12-ാം വാക്യത്തിൽ കൂടി ഫിലിപ്പിയിലെ വിശുദ്ധന്മാരെ ധൈര്യപ്പെടുത്തുന്നത് ശ്രദ്ധിക്കുക. സഹോദരന്മാരെ, എനിക്ക് ഭവിച്ചത് സുവിശേഷത്തിൻ്റെ അഭിവൃദ്ധിക്ക് കാരണമായി തീർന്നു എന്ന് നിങ്ങൾ അറിയുക. പൗലോസിൻ്റെ ജീവിതത്തിൽ ഒരു തവണ മാത്രമല്ലായിരുന്നു കാരാഗ്രഹവാസം അനുഭവിച്ചിട്ടുള്ളത്. അവൻ പറയുന്നത് ശ്രദ്ധിക്കുക. കൊരിന്ത്യർക്ക് 2-ാം ലേഖനം 11-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യം. അധികം പ്രാവശ്യം തടവിലായി, അനവധി അടികൊണ്ടു, പലപ്പോഴും പ്രാണഭയത്തിലായി, യഹൂദരാൽ 1 കുറയെ 40 അടി 5 വട്ടം കൊണ്ടു, 3 വട്ടം കോലിനാൽ അടികൊണ്ടു, ഒരിക്കൽ കല്ലേറുകൊണ്ടു, 3 വട്ടം കപ്പൽ ഛേദത്തിൽ അകപ്പെട്ടു, ഒരു രാപ്പകൽ വെള്ളത്തിൽ കഴിച്ചു എന്ന് തുടങ്ങി താൻ നേരിട്ട വിവിധങ്ങളായ പ്രശ്നങ്ങളെക്കുറിച്ച് പൗലോസ് അവിടെ വിവരിക്കുകയാണ്. തൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം ദൈവത്തിൻ്റെ പദ്ധതിയായി താൻ കണക്കാക്കി. യാദൃച്ഛിക സംഭവങ്ങൾ ഒരു ക്രിസ്തു വിശ്വാസിയുടെ ജീവിതത്തിൽ നടക്കുന്നില്ല. എല്ലാ സംഭവങ്ങൾക്കും എല്ലാ പ്രതിസന്ധികൾക്കും പിന്നിൽ ദൈവനാമം മഹത്വപ്പെടുവാനുണ്ട്. അതെല്ലാം സുവിശേഷത്തിൻ്റെ അഭിവൃദ്ധിക്ക് കാരണമാകേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കുവാൻ നമുക്ക് കഴിയുന്നുവെങ്കിൽ അവിടെയാണ് ക്രിസ്തീയ ജീവിതം അർത്ഥവത്താകുന്നത്. 18-ാം നൂറ്റാണ്ടിൻ്റെ മധ്യഭാഗത്ത് ഇന്ത്യയിലെ കൽക്കട്ടയിൽ പ്രവർത്തിച്ചിരുന്ന ഒരു സ്കോട്ടിഷ് ഇന്ത്യൻ മിഷണറി ആയിരുന്നു അലക്സാണ്ടർ ഡഫ്. അദ്ദേഹം കൽക്കട്ട യൂണിവേഴ്സിറ്റി സ്ഥാപിക്കുന്നതിൽ വളരെ പ്രധാന പങ്ക് വഹിച്ചിരുന്ന ആളായിരുന്നു. താൻ ലേഡി ഹോളണ്ട് എന്ന കപ്പലിലായിരുന്നു ആദ്യമായി ഇന്ത്യയിലേക്ക് യാത്ര തിരിച്ചത്. അദ്ദേഹത്തിൻ്റെ വിലപിടിപ്പുള്ള സാധനങ്ങളും വസ്ത്രങ്ങളും 800 പുസ്തകങ്ങളുള്ള ലൈബ്രറിയും ആ കപ്പലിലുണ്ടായിരുന്നു. ഇന്ത്യൻ തീരത്തു നിന്നും ഏതാനും മൈൽ അകലെ വെച്ച് കപ്പൽ ഉടഞ്ഞ് തകർന്നു. യാത്രക്കാരെല്ലാം രക്ഷപ്പെട്ടുവെങ്കിലും അവർക്കുണ്ടായിരുന്നതെല്ലാം നഷ്ടപ്പെട്ടു. അലക്സാണ്ടർ ഡഫ് കരയ്ക്കെത്തിയപ്പോൾ തൻ്റെ സാധനങ്ങളിൽ എന്തെങ്കിലും കടൽ തീരത്തടിഞ്ഞു കിടപ്പുണ്ടോ എന്ന് പരിശോധിച്ചു. പെട്ടെന്ന് അല്പം അകലെ തിരമാലകൾക്കിടയിൽ ഒരു ചെറിയ സാധനം പൊന്തിക്കിടക്കുന്നത് കണ്ടു. ആകാംക്ഷയോടെ അദ്ദേഹം നോക്കിക്കൊണ്ടിരിക്കെ അത് മെല്ലെ അടുത്തു വന്നു. ഒടുവിൽ അദ്ദേഹം വെള്ളത്തിലൂടെ അടുത്ത് ചെന്ന് അത് കയ്യിലെടുത്ത് പരിശോധിച്ചപ്പോൾ തന്നെ പൊതിഞ്ഞ് കെട്ടിവെച്ചിരുന്ന ബൈബിളാണെന്ന് മനസ്സിലായി. അത് ദൈവാനുഗ്രഹത്തിൻ്റെയും ദൈവിക പദ്ധതികളുടെയും അടയാളമായി അദ്ദേഹം കരുതി. അങ്ങനെ ധൈര്യം പ്രാപിച്ചുകൊണ്ടാണ് അലക്സാണ്ടർ ഡഫ് ഇന്ത്യയിലെ തൻ്റെ മിഷണറി പ്രവർത്തനം ആരംഭിച്ചത്. അടുത്ത ദിവസം തന്നെ ഒരു ആൽവൃക്ഷത്തിൻ്റെ കീഴിൽ 5 ബാലന്മാരെ വിളിച്ചുകൂട്ടി വേദപുസ്തകത്തിൽ നിന്നുള്ള കഥകൾ അവരെ വായിച്ച് കേൾപ്പിച്ചു. ഒരാഴ്ചയ്ക്കുള്ളിൽ ആ ക്ലാസ്സിൽ 300ഓളം കുട്ടികൾ വന്നു ചേർന്നു. ദീർഘവർഷങ്ങൾക്ക് ശേഷം ആ ആൽവൃക്ഷം നിന്ന സ്ഥലത്ത് മനോഹരമായ ഒരു ചാപ്പൽ ഉയർന്നു വന്നു. 1000ഓളം സുവിശേഷ തൽപരരായ ജനങ്ങൾ ഒരുമിച്ചുകൂടി യേശുക്രിസ്തുവിനെ വാഴ്ത്തി സ്തുതിപ്പാനും പ്രാർത്ഥിപ്പാനും ഇടയായി. ഡിയർ ഫ്രണ്ട്സ്, ജീവിതത്തിൽ പ്രതിസന്ധികളും അപ്രതീക്ഷിത സംഭവങ്ങൾ നേരിടുവാൻ ദൈവം നമ്മെ അനുവദിക്കുന്നു. എന്നാൽ എല്ലാറ്റിൻ്റെയും പിന്നിൽ ദൈവത്തിന് തക്ക കാരണങ്ങളുണ്ട്. പലപ്പോഴും മനുഷ്യർ നിരാശിതരായി പോകുന്നത് അവരുടെ മുമ്പിലുള്ള പ്രശ്നങ്ങളെയും ദുരിതങ്ങളെയും മാത്രം നോക്കുന്നത് കൊണ്ടാണ്. എന്നാൽ കാണുന്നതിന് അപ്പുറത്തേക്ക് നോക്കുവാൻ കഴിയുന്ന വിശ്വാസമാണ് എല്ലാറ്റിൻ്റെയും ദിവ്യമായ ഉദ്ദേശ്യം മനസ്സിലാക്കുവാൻ ഒരു ദൈവ പൈതലിന് ഇടയാകുന്നത്. ഹാവ് എ ബ്ലെസ്സഡ് ഡേ.